നമസ്കാരം. എല്ലാവർക്കും കൊച്ചിൻ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ വാർത്തകൾക്ക് എല്ലാം ചാനൽ ഫോളോ ചെയ്യുക. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും നേതൃത്വത്തിൽ ഒരു പറ്റം ക്രിമിനൽ ഗുണ്ടകളുടെ കയ്യിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. നൂറുകണക്കിന് സൈബർ ഗുണ്ടകളുടെ അകമ്പടിയോടെ സഹായത്തോടെ കോൺഗ്രസിന്റെ ഭരണം ഇന്ന് അവരുടെ കയ്യിലേക്ക് എത്തിപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ പെൺവാണിഭം ഒരു MLA ഭാഗത്തുനിന്ന്, ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ചരിത്രത്തിലാദ്യമാണ്. തെളിവ് സഹിതം ഇരയായ പെൺകുട്ടികൾ രംഗത്ത് വന്നിട്ടും അതിനെതിരെ തുടക്കത്തിൽ ശബ്ദമുയർത്തിയ മഹിളാ കോൺഗ്രസിന്റെയും നേതാക്കന്മാർ പിന്നീട് പിൻവലിയുന്നതാണ് നാം കണ്ടത്, സതീശൻ ഉൾപ്പെടെ. കാരണം ഇതിനെതിരെ ആദ്യം രംഗത്ത് വന്ന മഹിളാ കോൺഗ്രസിന്റെ നേതാക്കളെ കണക്കിന് കൊടുത്തു സൈബർ പോരാളികൾ. അവരുടെ സ്വകാര്യ ജീവിതത്തിലെയും മറ്റും ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് അവരെ ഒതുക്കി നിർത്തുന്ന കാഴ്ചയാണ് നാം കണ്ടത്. തുടക്കത്തിൽ വന്ന ഷാനിമോൾ ഉസ്മാനും ബിന്ദുകൃഷ്ണൻ ഉൾപ്പെടെയുള്ള അതിൽ ഉമാ തോമസിനെ പോലെയുള്ള പി.ടി. തോമസിന്റെ ഭാര്യ, അതുപോലെ ACC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലിന്റെ ഭാര്യ ആശ, അതുപോലെ ഒട്ടനവധി സ്ത്രീകൾ രംഗത്ത് ശക്തമായിട്ട് പ്രതികരണമായി വന്നു. അവരെല്ലാം ശക്തമായ രീതിയിൽ സൈബർ പോരാളികൾ ആട്ടിപ്പയകുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഈ രണ്ടുപേർക്കും കക്കാനും മുക്കാനും എല്ലാ ക്രിമിനൽ സ്വഭാവത്തിനും ഒത്താശ ചെയ്തു കൊടുത്ത സതീശന് പോലും അവർക്ക് ഭീഷണിയായി മാറേണ്ടി വന്നു. അതിന്റെ ഉദാഹരണമാണ് MLA സ്ഥാനം രാജിവെക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് പുറപ്പെട്ട രാഹുൽ കൊട്ടാരക്കര എത്തിയപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരികയുണ്ടായി. നേതൃത്വത്തോട് പറഞ്ഞു, ഞാൻ രാജിവെക്കില്ല, അതിന് ആവശ്യമില്ല, എന്നോട് രാജ്യസമ്മർദ്ദം ശക്തമാക്കിയാൽ നിങ്ങൾക്ക് എല്ലാം എതിരെയുള്ള പല തെളിവുകളും എൻ്റെ ബാക്കിലുണ്ട്, ഞാൻ പരസ്യമായിട്ട് ഞാൻ പറയും, അതിൽ യാതൊരു സംശയം വേണ്ട. രാഹുൽ അങ്ങനെ പറയുന്നത് ഷൈബർവിലിന്റെ ഒത്താശയോടെയാണ് രാഹുൽ ആ തരത്തിലുള്ളൊരു വാക്ക് ഉപയോഗിച്ചത്. അതോടുകൂടി സതീശനും മറ്റുള്ള നേതാക്കന്മാരൊക്കെ മലക്കം മറിഞ്ഞു. രാഹുൽ നിരപരാധിയാണെന്നും അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫിയുടെയും സൈബർ ഗുണ്ടകൾ പറഞ്ഞു വരുത്തിയതുപോലെയുള്ള അത്തരം കാര്യങ്ങളാണ് പിന്നെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അപ്പൊ കേരളത്തിലെ KPCC നേതൃത്വം ഇന്ന് ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും കയ്യിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനുവേണ്ടി ഇവിടെ ചില ചാനലുകളുടെ സപ്പോർട്ടും അവർക്കുണ്ട്. ഒരു ഉദാഹരണം, മനോരമ ചാനലിന്റെയും മീഡിയ വൺ ചാനലെല്ലാം ഒത്താശയും പഠന സഹായവും അവർ കിട്ടുന്നുണ്ട്. ഒരു ഹീറോ പരിവേഷ കൊടുത്തിട്ടാണ് ഈ രണ്ട് ചാനലുകളും മറ്റുള്ള സൈബർ ഗുണ്ടകളെ പോലെ വാർത്ത കൊടുക്കുന്നത്. ഇത് കേരള സമൂഹം കാണുന്നു. ഈ തരത്തിലുള്ള കള്ളന്മാരെയും അഴിമതിക്കാരെയും പെൺപണിവക്കാരെയും താങ്ങി നിർത്തി മുന്നോട്ട് പോകുന്ന ഈ കോൺഗ്രസ് പാർട്ടി കേരളത്തിന് വേണോ? ഈ നേതാക്കന്മാർ വേണോ? നമുക്ക് അതിശയമല്ല. ആദർശ ധീരന്മാരെ ആവശ്യപ്പെടുന്ന AK ആന്റണിയും സുധീരനും മുല്ലപ്പള്ളി രാമേന്ദ്രനും KC ജോസഫും ഇവർക്ക് എവിടെ പോയി? അപ്പൊ അവര് പോലും ഇവരുടെ സൈബർ ആക്രമണത്തിൽ പേടിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കേരളീയ സമൂഹം ഒന്നടങ്കം, അപ്പൊ നമുക്കറിയാം കോൺഗ്രസിലുള്ള എല്ലാ വിശ്വാസികളും ഈ തരത്തിൽ ചിന്തിക്കുന്നവരല്ല. വളരെ വിരലുണ്ടാവുന്നവര് മാത്രമാണ് ഈ ക്രിമിനൽസിലെ ന്യായീകരിക്കുന്നത്. ഒരുപാട് കോൺഗ്രസ്സുകാരും ഇന്ന് നിരാശയിലാണ്. അപ്പൊ എനിക്ക് അവരോട് പറയാനുള്ളത്, കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങളിൽ നിങ്ങൾ മാറാനും കേരളത്തിന്റെയും ഇന്ത്യയുടെയും അനുയോജ്യമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിലകൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ കടന്നു വരാനും എത്രയും പെട്ടെന്ന് നിങ്ങൾ മാറി ചിന്തിക്കുവാനും ആ തരത്തിൽ തീരുമാനത്തിൽ എത്തുവാനും ഈ ക്രിമിനൽ സംഘത്തെ ഒറ്റപ്പെടുത്തുവാനുള്ള പ്രവർത്തനത്തിൽ നിങ്ങൾ ഏവരും കടന്നു വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാർത്ത ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.